എടരിക്കോടൻ കോൽക്കളി മാഹാത്മ്യത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. നാട്ടിൽ മാത്രമല്ല പ്രവാസ ലോകത്തും എടരിക്കോട്ടുകാർ തങ്ങളുടെ കോൽക്കളി കൈവിടുന്നില്ല. പെരുന്നാൾ സമയത്തും മറ്റും വലിയ തിരക്കാണ് എടരിക്കോടൻ കോൽക്കളി സംഘത്തിന്. അതേക്കുറിച്ചാണ് വീക്കെൻഡ് റബിയിൽ ഇനി. മലപ്പുറത്തെ എടരിക്കോടെന്ന കുഗ്രാമത്തിന്റെ പേര് കേൾക്കാതെ ഒരു സംസ്ഥാന യുവജനോത്സവവും കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ കടന്നുപോയിട്ടില്ല. കണ്ണെത്തുന്നിടത്ത് കോലെത്തിയും കോലെത്തുന്നിടത്ത് മനസ്സെത്തിയും മനസ്സെത്തുന്നിടത്ത് മനമെത്തിയും കോൽക്കളിയുടെ തത്വത്തെ വാഴിച്ചപ്പോൾ എടരിക്കോട്ടുകാർ കോൽക്കളിയുടെ രാജാക്കന്മാരായി. പതിനെട്ട് തവണ കോൽക്കളിയിലും 12 തവണ വട്ടപ്പാട്ടിലും 1ാം സ്ഥാനം നേടിയ എടരിക്കോടൻ വീരഗാഥയ്ക്കു പിന്നിൽ TP ആലിക്കുട്ടി എന്ന മഹാപ്രതിഭയുടെ കരങ്ങളാണുള്ളത്. കേരളത്തിലെ കോൽക്കളിയുടെ ആചാര്യനായ ഇദ്ദേഹം ഒരേ സമയം ഗായകനും സംഗീതജ്ഞനും കളരിക്കാരനും മർമ്മ ചികിത്സകനുമായിരുന്നു. പ്രമുഖ ഗായകൻ KJ യേശുദാസ് പാടിയ ഈ വരികൾ ആലിക്കുട്ടി ഗുരുക്കളുടെ തൂലികയിൽ പിറന്നതാണ്. ഇവ കൂടാതെ ഖൈറുൽ ബറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി തുടങ്ങി നിരവധി ഗാനങ്ങൾ മാപ്പിളപ്പാട്ട് ലോകത്തിന് ഇദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. 2003 കോൽക്കളിയിൽ വലിയൊരു ശിഷ്യബലത്തെ ബാക്കി നിർത്തിയാണ് ഗുരുക്കൾ ഇഹലോകം വെടിഞ്ഞത്. ഇവരിലൂടെ എടരിക്കോടൻ പെരുമ നിലനിൽക്കുക മാത്രമല്ല, കടലിനിക്കരെ ഗൾഫ് ലോകത്തും അതിന്റെ പ്രകാശം പരത്തുകയാണ്. ആലിക്കുട്ടി ഗുരുക്കളുടെ ശിഷ്യന്മാരെയും കോൽക്കളിക്ക് പുറമെ എടരിക്കോട്ടുകാരുടെ ഒപ്പനയും വട്ടപ്പാട്ടും ദഫ്മുട്ടും കാണാത്ത പ്രവാസികൾ UAE-യിൽ കുറവായിരിക്കും. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഗുരുക്കളുടെ പ്രമുഖ ശിഷ്യനായ അസീസ് എടരിക്കോടിന്റെ നേതൃത്വത്തിൽ അണിനിരക്കുമ്പോൾ ഇവർ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നടക്കും. കേരളത്തിൽ വേരറ്റു പോകുന്ന നാടൻ കലാരൂപങ്ങളെ നിലനിർത്തുകയും അവയ്ക്ക് ആഗോള മുഖം നൽകുകയും ചെയ്യുകയെന്ന മഹത് കൃത്യമാണ് ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്. ഈന്തപ്പനയുടെ നാട്ടിൽ 16ഓളം എടരിക്കോടൻ കലാകാരന്മാരാണ് നാടിന്റെയും ഗുരുവിന്റെയും ഓർമ്മയിൽ കലാമഹിമ പടുത്തുയർത്തുന്നത്. TP ആലിക്കുട്ടി ഗുരുക്കൾ ഞങ്ങളെ എല്ലാമാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഈ കലാരൂപത്തിൻ്റെ ഗുരു. അദ്ദേഹം 2003 ഒക്ടോബറിലാണ് അദ്ദേഹം ഞങ്ങളോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിവിധ അറിവുകൾ, ഈ പലതിലുള്ള പല അറിവുകളും വെച്ചിട്ട് അദ്ദേഹം പുതിയൊരു ശൈലിക്ക് രൂപം. അതാണ് യഥാർത്ഥത്തിൽ എടരിക്കോടൻ ശൈലി എന്ന് പറഞ്ഞാൽ എടരിക്കോടൻ കോൽക്കളി. അദ്ദേഹത്തിൻ്റെ വിവിധ കഴിവുകൾ കൃത്യമായി തന്നെ അത് പ്രത്യേക രീതിയിൽ അടയാളപ്പെടുത്തും, കളരിയുമായി ബന്ധപ്പെടുത്തി ഇതിൻ്റെ പ്രത്യേക ഒരു ശൈലി രൂപത്തിലേക്ക് കൊണ്ടു വന്നു. അങ്ങനെ അത് ഇന്ന് കോൽക്കളി വേദിയിൽ TP ആലിക്കുട്ടി ഗുരുക്കൾ പടുത്തുയർത്തിയ ആ ശൈലിയാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചു വരുന്നത്. ഇവരെല്ലാവരും തങ്ങളുടെ ഉപജീവന മാർഗത്തിനായി പ്രവാസ ലോകത്തെത്തിയപ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെ കലാരൂപങ്ങൾ, ഞങ്ങളുടെ കലാ പൈതൃകങ്ങൾ എന്തുകൊണ്ട് പ്രവാസ ലോകത്തിൽ അവതരിപ്പിച്ചുകൂടാ എന്ന ഒരു ലക്ഷ്യവും മുൻനിർത്തി ഞങ്ങളുടെ ആ പഴയ കാലത്തുള്ള കലാചരിത്രങ്ങൾ പ്രവാസ ലോകത്തിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് ആണ് ഇതിൻ്റെ ഒരു ആരംഭം. തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്നവരുൾപ്പെടെ ഉന്നത ജോലി വരെ ചെയ്യുന്നവർ ഇവരുടെ ഈ എടരിക്കോടൻ കൂട്ടായ്മയിലുണ്ട്. 2007 ദുബൈയിൽ ഒത്തുചേർന്ന ഈ കൂട്ടായ്മയിലൂടെ ഗുരുക്കളുടെ നാമധേയത്തിൽ ഒരു മാപ്പിള കലാ റിസർച്ച് സെന്ററും ഈ ശിഷ്യന്മാർ സ്ഥാപിച്ചു. കലയുടെ തനിമയും പെരുമയും അരങ്ങിൽ നിന്ന് അരങ്ങുകളിലേക്ക് പകർത്തുമ്പോഴും ഇവർക്ക് തങ്ങളുടെ ഗുരുവിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിഷമം മാത്രമാണ് ബാക്കിയുള്ളത്. വീടില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബം ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ഗുരുവിന്റെ മകനെ ഇവർ ദുബൈയിലേക്ക് കൊണ്ടുവന്നു എങ്കിലും വീടെന്ന സ്വപ്നത്തിനു വേണ്ടി ഈ ശിഷ്യഗണങ്ങൾ പരിശ്രമിക്കുകയാണ്. TP ആലിക്കുട്ടി ഗുരുക്കൾ കേരളത്തിലെ കോൽക്കളിയുടെ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് വളരെ ദയനീയാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് കഴിയുന്നത്. ഞങ്ങൾ വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു കയറി താമസിക്കാൻ ഒരു വീട്. ആ വീടിന് വേണ്ടിയിട്ട് നല്ലവരായ പ്രവാസികളിലുള്ള നല്ലവരായ ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദുബൈ KMCC-യാണ് ഇവർക്ക് കലാകാരന്മാരുടെ ഇത്തരത്തിലൊരു വേദിക്ക് സഹായമായി കൂടെയുള്ളത്. ഇത്തരത്തിലുള്ള
ഒരുപാട് മോയിൻകുട്ടി വൈദ്യർ അക്കാദമി പോലെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൈതൃക കലകളുടെ ഒരു തിരുശേഷിപ്പുകളെ വെച്ചുകൊണ്ടുള്ള ഒരു പുനരാവർത്തനം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വാണിജ്യപരമായ തലത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി ഒരു സാമ്പത്തികമായി ഇന്നിപ്പോൾ ഏത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉപയോഗം ഇല്ല എന്നുള്ളതാണ് ഇത്തരം കലകളെ പലപ്പോഴും ആളുകൾ വിസ്മരിക്കുന്നത്. അപ്പോൾ ആ രംഗത്ത് ഇവർക്കൊരു കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഇന്നിപ്പോൾ പല പരിപാടികളിലും ഒരു ഫ്യൂഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നിടത്ത് പോലും നമ്മുടെ ഈ പൈതൃക കലകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തനത് രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ എന്നും നമ്മുടെ ഈ കൂട്ടുകാർ എന്നും മുന്നിൽ നിൽക്കുന്നവരാണ്. 1850 കണ്ണൂർ അറയ്ക്കൽ രാജാവിന്റെ സ്ഥാനാരോഹണത്തിനു വേണ്ടി പൈതൽ മരയ്ക്കാർ എന്ന മത്സ്യത്തൊഴിലാളിയാണ് കോൽക്കളിക്ക് രൂപം നൽകിയതെന്നാണ് ചരിത്രം പറയുന്നതെങ്കിലും അതിന് വടക്കൻ സ്പർശത്തിലൂടെ പൂർണ്ണത നൽകിയത് ആലിക്കുട്ടി ഗുരുക്കളായിരുന്നു. സ്വന്തം നാടിന്റെയും അറബ് കലാരൂപത്തെയും ഒരുപോലെ നെഞ്ചോട് ചേർക്കുന്ന ഇവർ കേരളത്തിന്റെ തന്നെ അഭിമാനമാവുകയാണ്.